നമസ്കാരം. വീണ്ടും മണിപ്പിഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ഗോൾഡിന്റെ വില 200 രൂപ കുറഞ്ഞിട്ടുണ്ട്. 14,400 രൂപയാണ്. ഇത് വന്നിട്ട് 280 മാത്രം തന്നെ ഡൗൺ എന്ന് പറയുന്നു. വൈകുന്നേരം നോക്കുമ്പോൾ 10% അടിയാണ്. 75 വരെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്ന് ഒരു 2% കയറിയിരുന്നാലും ഭയങ്കര വൊലറ്റൈലായിട്ടാണ് പോകുന്നു സിൽവർ. 1,20,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ഇന്ന് സിൽവറിനെ വിൽക്കാൻ പറ്റില്ല. പറഞ്ഞ തൊടുവാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു അബദ്ധമാണത്. ഈ 50% മുകളിൽ ഡൗൺ ആണ്. 4 ലക്ഷത്തിന് വാങ്ങിയത് ഇന്ന് 2,30,000 2,20,000 മുകളിൽ പോവില്ല. ETF നോക്കുവാണെങ്കിൽ ലോസസ് വളരെ ഡീപ്പായിട്ടിരിക്കും. മാർക്കറ്റിനെക്കാട്ടിലും ഹയർ ആയിട്ടിരിക്കും. കാരണം കൊണ്ടാണ് സിൽവർ ETF തൊടണ്ട എന്നും ഞങ്ങൾ ഒരുപാട് വട്ടം പറഞ്ഞത്. ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്കാരെ വിശ്വസിച്ച് ഇതിൽ നിങ്ങൾ അകപ്പെട്ടു പോയി. നമുക്ക് ഒരേ ഷോപ്പിംഗ് തന്നെ. IT വന്നിട്ട് 1% താഴായിട്ടായിരുന്നു. അപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയം കുറച്ച് കയറ്റമുണ്ട് അതിൽ. IT ഇൻഡെക്സ് 8% ഡൗൺ ആണ്. ഓസിസ് 6.25% കാലി. TCS 4.76% കാലി. OM 4% കാലി. ടെക് മഹേന്ദ്ര 3.5% കാലി. HCL 4% കാലിയാണ്. മുത്തൂറ്റ് ഫൈനാൻസ് ഗോൾഡ് ലോൺ കമ്പനി ഈ റേറ്റിലിരിക്കുമ്പോൾ 14% ഡൗണിൽ ഇരുന്ന് ഞാൻ നോക്കിയപ്പോൾ യാൻ ജുവലേഴ്സ് 3% ഡൗൺ ആണ്. അമർ രാജ ബാറ്ററി 2% ഡൗൺ. കോഫാമ 2% ഡൗൺ. ലെസ് ലൈഫ് സയൻസസ് 1.7% ഡൗൺ. ഗമയിൽ 2% ഡൗൺ. ഇതൊക്കെ നമ്മൾ നോക്കുന്ന സ്റ്റോക്കാണ്. കാര്യങ്ങളൊക്കെ ഇന്ന് എന്തായെന്ന് നമുക്കിത് സംസാരിക്കാം. ഈ മാർക്കറ്റിനെ എന്താണ് ഇത്രയും ദൂരം വേൾഡ് നിൽക്കാൻ വച്ചിരിക്കുന്നു? റീസൺ ഓഫ് കോഴ്സ് ഈ സിപ്പിൽ നിങ്ങൾ വച്ചിരിക്കുന്ന കാശിന് വിറ്റ് മങ്ങാത്ത കളിക്കുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ട്. ഇന്നലെ പരാഗ് പടിക് ഫണ്ടിന് ഇട്ടായിരുന്നു. എക്കണോമിക് ടൈംസിൽ വന്നിട്ടുണ്ടത്. ഇത് മുമ്പേ അറിയാം, പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങളിത് കോൺഗ്രസ്കാരൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അതാണ് ഞാൻ പറയാത്തത്. ഇപ്പോൾ കൂജ പേപ്പറിൽ വന്ന കാരണം അതിന് വിശ്വസിച്ച് തന്നെ ആവണം. ഈ മാർജിൻ ട്രേഡ് ഫണ്ട് എന്ന് പറഞ്ഞ് ബ്രോക്കറൊക്കെ തരുന്നു. അത് 23,000 കോടി ഇരുന്നു ഒക്ടോബർ 2023. ഒരു വർഷത്തിൽ അത് 1,23,000 കോടിയുടെ അടുത്ത് പോയിരിക്കുന്നു. വെച്ചാൽ നമ്മളെ തലവർ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ എന്ത് ചെയ്തു എന്നാൽ 5 ലക്ഷത്തിലിരുന്ന് 1 കോടി രൂപയ്ക്ക് ലിമിറ്റ് കയറ്റി വിട്ടു. മാർജിൻ ഫണ്ട് ഷെയർ മാത്രം ഇതിനെ ലോൺ അഗെയിൻസ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ് തനിയായിട്ടുണ്ട് കാര്യങ്ങൾ. ഒരു സിസ്റ്റമിക് റിസ്ക് ആവുമെന്ന് പരാഗ് പരീഖ് പറയുന്നു. മാർക്കറ്റ് ഇറങ്ങുന്നതോളം അതിനെ പെട്ടെന്ന് വിൽക്കും. അതായത് 2-3 ദിവസം കൊണ്ട് അതിനെ വിൽക്കും. ഇങ്ങനെ വിൽക്കുമ്പോൾ ഈ റീറ്റെയിലിൻ്റെ കാശ് കാറ്റായിട്ട് പറക്കും. ബിസിനസ് സ്റ്റാൻഡേർഡ് വന്നിട്ട് അതായത് ബിസിനസ് ഡേ ഇനിയൊരു കൂജ തൂക്കും പേപ്പർ ഒരു മാഗസിൻ ഒരു ഗ്രാഫിക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് റീറ്റെയിൽ ട്രേഡർ എങ്ങനെയാണ് കാശ് വിടുന്നു എന്ന്. F&Oയിലാണ്. ഇതൊക്കെ നിങ്ങൾ നോക്കിയുണ്ട്. കാശിന് അവിടെ ഇടണോ വേണ്ടേ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു. നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നവർക്ക് ഈ ടിഫിൻ കോഫി റേഞ്ച് ബോണ്ട് ഗോൾഡ് ഒരു സ്ട്രാറ്റജിസ്റ്റ് ചെയ്ത കാരണം സേഫ്റ്റി ആയിട്ട് ഇരിക്കുന്നു. CS മാർക്കറ്റ് ക്യാപ്പ് ഇന്നും എഴുന്നിരിക്കുന്നു. ICICI ബാങ്ക് കുറച്ച് പുറകിലായി. ഓസിസ് പെട്ടെന്ന് താഴെ വെളിഞ്ഞിരിക്കുന്നു. അതായിട്ട് ഒരു ഡേറ്റാ സെൻറ്റർ അഗ്രിമെൻറ്റ് ഇട്ടിട്ടുണ്ട്. വിപ്രോയും താഴെ ഇട്ടിട്ടുണ്ട്. മാർച്ച് 1-ാം തീയതിയിലിരുന്ന് സാലറിയെ എത്രയാണ് കയറ്റാൻ പോകുന്നു എന്ന് അറിയാൻ പറ്റുന്നില്ല. ഫാർമയുടെ റിസൾട്ട് ബെറ്റർ ദാൻ ആവറേജ് ആയിരുന്നു. പെറ്റ് ചെയ്ത കാട്ടിൽ ബെറ്റർ ആയിരുന്നു. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ സംസാരിക്കാം. ഇന്ന് വെറും 50 പൈസ ഡിവിഡൻഡ് വരെ കൊടുത്തിരിക്കുന്നു. അതിനെയും മാനേജ് ചെയ്തുകൊണ്ട് റീ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ പേടിച്ച് അത്രയും നാറ്റ്കോയിൻ ഏതൊരു മോശമുമില്ല. നാറ്റ്കോയിൻ സെമി ഗ്ലൂട്ടേറ്റിനെ കലിഞ്ഞു വരും. അഗ്രോ കെമിക്കൽ ബിസിനസ്സിനെ തനിയായിട്ട് സ്പിന്നപ്പ് ചെയ്യണോ വേണ്ടിയോ എന്ന് നോക്കിയിരിക്കുന്നു. സൗത്ത് ആഫ്രിക്കൻ ബിസിനസ്സായിട്ട് വാങ്ങും. ഡെറ്റ് ഫ്രീ കമ്പനി ചീപ്പാ കൺസിഡർ ചെയ്യാൻ എനിക്കൊരു നല്ല ഒരു അവസരമാണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ റിസൾട്ട് ഇന്നലെ വന്നു. അടി അടിക്കുന്നു ആ സ്റ്റോക്കിന്. 10 ടൈംസ് ഏർണിങ്സിന് മുകളിൽ ഇതിൽ അത്ര വലിയ കാര്യമൊന്നുമില്ല ഈ സ്റ്റോക്കിന്. 5% തന്നെ റവന്യൂ ഗ്രോത്ത്. നെറ്റ് പ്രോഫിറ്റ് 30% താഴെ വിഴുന്നിരിക്കുന്നു. അതിനെ ഒളിച്ച് 120% കയറിയിരിക്കുന്നു എന്ന് ഒരുപാട് പേപ്പറുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തെന്ന് അറിയാൻ വേണ്ടി തന്നെ ഇന്നലെ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്തിട്ട് പറയാൻ കിട്ടു. നമ്മൾ റിസർച്ച് ടീം ഇതിനെ നോക്കി കറക്റ്റാണ് പറഞ്ഞതിൽ ഇത് പറഞ്ഞു എന്നാൽ ഈ ക്വാളിറ്റി ഐസ്ക്രീം സെപ്പറേറ്റ് ചെയ്ത കാരണം ഒരു പെരിയ തുക കിട്ടി. പ്രോഫിറ്റിൽ കാണിച്ചതും അതാണ് 120% പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് എത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ആക്ച്വലായിട്ട് 30% ആണ് ഫാള്. ദ കമ്പനിക്ക് 45 ടൈംസ് അല്ലെങ്കിൽ 50 ടൈംസ് ഏർണിങ്സ് ഒക്കെയാണ് ഞാൻ അവസാനം നോക്കുന്നപ്പോൾ കൊടുത്തോണ്ടിരുന്നത്. ഇതിനെ കൊടുക്കുന്നതിൽ ഏത് അർത്ഥവുമില്ല. 15 ടൈംസ് ഏർണിങ്സ് തന്നെ ഇരിക്കും. നിങ്ങളതിനെ ഫ്രീ ഫ്ലോട്ടിൽ നോക്കുന്ന കാരണം വാട്ടർ ഹോൾഡിംഗ് തന്നെ 65% ഇരിക്കുന്ന കാരണം
35% ട്രേഡിംഗ്. ഇത് കാരണമാണ് ഈ പ്രോബ്ലം നമ്മൾ ഇവിടെ ഫേസ് ചെയ്യുന്നു. മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര ചെന്നൈയിലുള്ള അവർ R&Dന് വലുതാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അശോക് ലേലാൻഡ് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ നിങ്ങൾ ഇന്റർനാഷണൽ ബിസിനസ്സിനെ വലുതാക്കാൻ പോകുന്നു. ഇത് സൗദി അറേബ്യയിലും ഇന്തോനേഷ്യയിലും ഇറക്കാൻ പോകുന്നതായിട്ടും പറഞ്ഞിട്ടുണ്ട്. പോയി ഇറക്കുന്നതെന്നാൽ ടാറ്റ മോട്ടോഴ്സ് 70,000 ഓർഡർ എടുത്തതിന് ശേഷമാണ് ഇവിടെ ഇറക്കുന്നതായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 2.25% ആയെന്ന് അവൻ്റെ തന്നെ സമ്മതിച്ചു. ഇൻഫ്ലേഷൻ 4% മുകളിലിരിക്കുന്നു. ഇൻഫ്ലേഷൻ 2.25 ഇരിക്കുന്നത്. പക്ഷേ ഗ്രോത്തിൽ ഡിഫ്ലേറ്റർ വന്നപ്പോൾ ശതവീതം വരും മാജിക്കായിട്ട്. ഇരുന്ന് നിങ്ങൾ ഗ്രോത്ത് നമ്പർ എന്തെന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കും. ഓവറാളെ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ വിലവാശി കയറി തന്നെ ഇരിക്കുന്നു. പക്ഷേ ഗ്രോത്ത് എന്ന് പറയുന്നു. ബട്ട് ഇന്ത്യ എന്ത് പറയുന്നു എന്നാൽ ബംഗ്ലാദേശിനെ പോലെ ഞങ്ങൾ സീറോ ടാരിഫ് വാങ്ങിപ്പോവും എന്ന് പറഞ്ഞിരിക്കുന്നു. സീറോ ടാരിഫ് വാങ്ങണമെങ്കിൽ ഇനി അമേരിക്കയിലിരുന്ന് കോട്ടൺ ഇറക്കി ആണാക്കണം. അമേരിക്കയിലിരുന്ന് കോട്ടൺ ഇറക്കി സീറോ ടാരിഫ് വരുവാണെങ്കിൽ ഗുജറാത്ത് ഫാർമർക്കും അതേ മഹാരാഷ്ട്ര ഫാർമറിനും കോട്ടൺ ആര് കൊടുക്കുമെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. ഇത്ര ദിവസം സെപ്പറേറ്റ് ഒരു ടാക്സ് ഇട്ടായിരുന്നു കോട്ടണിൽ. അതെന്താകും? കുറിച്ച് ആരെങ്കിലും സംസാരിച്ചാലുണ്ട്. ഇല്ലെന്ന് പറയുന്നത് വളരെ നമ്മൾ തിങ്ക് ചെയ്ത് അതിനനുസരിച്ച് ചെയ്യണം. RP റേറ്റിംഗ് പിന്നെ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുവാണെങ്കിൽ ഒന്ന് നോക്കിക്കോ. ഇത്ര ദിവസം കോട്ടൺ ഇമ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അവിടെ ഡ്യൂട്ടി ഇരിക്കും. ബംഗ്ലാദേശിനെ നിങ്ങൾ മാച്ച് ചെയ്യുവാണെങ്കിൽ അമേരിക്കയിലിരുന്ന് കോട്ടൺ ഇറക്കാം. ഡ്യൂട്ടി ഫ്രീ കോട്ടൺ അമേരിക്കയിലിരുന്ന് കൊണ്ടുവരും. പിന്നെ ഇപ്പോൾ ഇങ്ങനെ നടന്നാൽ എന്ത് നടക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഡീൽ കയ്യെഴുത്ത് ആയാൽ നമുക്കിതിനെക്കുറിച്ച് അറിയാൻ പറ്റും. ഈ ഡീൽ കാരണം മാർക്കറ്റ് കയറും, FIA വരും എന്നൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട്. വെള്ളുന്നതിന് ശേഷം കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ മാർക്കറ്റിനെ എളിച്ച് നിർത്തിയിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് മാർക്കറ്റ് തിരികെ ബഡ്ജറ്റിൽ ഇറങ്ങിയ ലെവലിനെ കാട്ടിലും താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദിവസം ഡമാലിന് വലുതായിട്ട് ഇടുവാണെങ്കിൽ ബഡ്ജറ്റിന് ലോ ലെവലിന് വരും. അപ്പോൾ ഈ ട്രേഡ് ഡീൽ കാരണം ഇന്ത്യയുടെ തലയെഴുത്ത് മാറുമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ ഇത് മാറില്ല. ഈ 9 മാസത്തിൽ പല കടകൾ മൂടുന്ന സ്റ്റേജിന് പോയിട്ടുണ്ട്. പല പേരുടെ ബാങ്ക് വന്നിട്ട് പ്രോപ്പർട്ടീനെ സീലിൽ വച്ചിരിക്കുന്നു. ട്രേഡ് ഡീൽ ചെയ്ത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ തിരികെ ഓർഡർ എടുക്കുവാണെങ്കിൽ കൂടെ ഇതിനെ റീസ്റ്റാർട്ട് ചെയ്യാൻ ഒരു കാശ് ആവശ്യപ്പെടും. കാശ് എവിടെ നിന്ന് വരാൻ പോകുന്നു എന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ വളരെ തെളിവായിട്ടിരിക്കും. ബിസിനസ് ഈ 6 മാസത്തിൽ ചുമ്മാ ഇരുന്നതും ഇരിക്കുന്ന 25% ടാരിഫ് ഇരിക്കുന്നതായിരിക്കും. ഡെഫിനറ്റായിട്ട് നമ്മളെ കൊണ്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വളരെ മോശമായിട്ടിരിക്കുന്നു. എൻ്റെ അടുത്ത് റാണിപ്പേട്ട ആൻഡ് തിരുപ്പൂരിലിരുന്ന് വരുന്നവരൊക്കെ ഇതിനെ തിരികെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ഉണ്ടായിരുന്നല്ലേ ഈ സൂഡിയോ വന്ന് തിരുപ്പൂരിൽ തന്നെ വലിയ സ്റ്റോർ ഇട്ട് ഭയങ്കര കൂട്ടമാണ്. തിരുപ്പൂരിൽ തന്നെ ഈ ബ്രാൻഡഡ് വിൽക്കുന്നു എന്നാൽ ജനങ്ങളുടെ നിലമയെ നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോ. പക്ഷേ ഇന്നും ട്രെൻഡ് വളരെ കോസ്റ്റ്ലിയാണ്. ഇപ്പോൾ കൺസിഡർ ചെയ്യേണ്ട. തൂർപ്പിനെ കുറിച്ച് സംസാരിക്കാം. കൂട്ടിൻ്റെ പ്രോഫിറ്റ് 95% കയറിയിരുന്നു. പെട്ടെന്ന് സ്റ്റോക്ക് 14% ഇട്ടതിന് 2 കാരണം. കസ്റ്റമർ അക്വിസിഷൻ വലിയ ഗ്രോത്ത് ഒന്നുമില്ല. അത് കാര്യം ടണ്ണേജ് 2% കുറഞ്ഞിരിക്കുന്നു. ടണ്ണേജ് 2% കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ ഗോൾഡിൻ്റെ 2 ടണ്ണേജ് കുറഞ്ഞിരിക്കുന്നു എന്നാൽ ക്ലയൻറ്റ് വിറ്റു എന്ന് നോക്കാം. ടൈം ഇല്ലാതെ കാരണം അതിനെ വിറ്റ് കാശിനെ എടുത്തിരിക്കുന്നു എന്നർത്ഥം. സ്വർണത്തിന് ഒരുപാട് ആൾക്കാർ മീറ്റ് എടുത്തുകൊണ്ട് പോയി എന്നാണ് അർത്ഥം. ഇതിൻ്റെ വില കയറിക്കൊണ്ടേ ഇരിക്കുന്ന കാരണം വിറ്റ ടണ്ണേജ് കുറവായിട്ടിരിക്കും. അതിൻ്റെ അതിനെ മീറ്റ് എടുത്തുകൊണ്ട് പോയി എന്നതാണ് ഒന്ന്. അതാണ് കണക്ക്. എന്ത് പറയുന്നു എന്നാൽ സ്വർണത്തിൻ്റെ വില ഇപ്പോൾ ഫ്ലാറ്റ് ആയിരിക്കും. 6 മാസത്തിൽ തിരികെ കയറും. ഇത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യുവാണെങ്കിൽ ഇതാണ് ജോർജ് അലക്സാണ്ടർ മുത്തൂട്ടും പറയുന്നു. നമ്മുടെ സ്ഥലങ്ങളിൽ ഗോൾഡ് ലോണാണ് SMBക്ക് മെയിൻ ബിസിനസ്. ചെറിയ വില്ലേജിൽ നോക്കുവാണെങ്കിൽ ഓർഡർ വന്നെങ്കിൽ നഖേന വെച്ച് കാശെടുത്ത് വ്യാപാരം ചെയ്യും. പിന്നെ ഓർഡർ തീർന്നതിന് ശേഷം ആ ഗോൾഡിനെ ഒരു മീറ്റെടുക്കും. ഈ സിറ്റുവേഷനിലും ആ ഗോൾഡിനെ വിൽക്കാൻ വിടത്തില്ല. തായ്വാൻ ഒരു ട്രേഡ് ഡീൽ ചെയ്ത് ആക്സസ് കൊടുത്ത് ടാരിഫിനെ കുറച്ചിരിക്കുന്നു. അയാളെ നോക്കിയെങ്കിൽ മാർക്കറ്റ് ഇതുപോലെ തന്നെ വീക്കായിരിക്കും. അമേരിക്കൻ മാർക്കറ്റിൽ AI പേബി കാരണം സർവീസ് കമ്പനി ആ സോഫ്റ്റ്വെയർ കമ്പനിയും വിട്ട് ധർമ്മ അടിച്ചു. ഗോൾഡിലിരിക്കുന്ന പ്രോഫിറ്റിനെ എടുത്ത് സ്റ്റോക്കിൽ വന്ന ലോസസിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇറങ്ങിയിരിക്കുന്നു. ഫിലിം ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ നടന്ന ട്രേഡിൽ തന്നെ ഗോൾഡ് ബൗൺസായി ഏഷ്യയിൽ നോക്കുന്ന സമയം മുക്കാവാസി ഈ ട്രെൻഡ് കണ്ടിന്യൂ ആയെങ്കിൽ വന്നിട്ട് മാർജിനലായിട്ട് കയറും. ഈ 13,500 14,500 വരയ്ക്കും ഗോൾഡ് ഒരു 5-6 മാസം ട്രേഡ് ആകും. ഇതൊന്നും ഡെഫിനറ്റായിട്ട് 18,000 പോകാൻ സ്വർണത്തിന് വളരെ സാധ്യത ഉണ്ട്. നന്ദി, നമസ്കാരം.
എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.